ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങൾ തൊട്ടാണ് കേട്ടോ കാണിക്കുന്നത്. രാവിലത്തെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്കിനായിട്ട് കക്കാർച്ചയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞാനും കുഞ്ഞും ചേട്ടനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് കക്കാർച്ച കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അത് വെക്കാനുള്ളത് തിരക്കിലാണ് കേട്ടോ. ഇപ്പോൾ ഇന്ന് അമ്മ കൂടെ ഇല്ല, അങ്ങനെ ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ന് മൊത്തം പണി ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ കക്കാർച്ചി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനത് മൊത്തം നെക്കി അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞിട്ട് എടുക്കത്തുള്ളൂ. അത് ചെറിയ കക്കാർച്ചയാണെങ്കിലും വലിയ കക്കാർച്ചയാണെങ്കിലും അങ്ങനെ ചെയ്യും കേട്ടോ. ചിലവർ അഴുക്കൊക്കെ കളയാതെ തന്നെ കറി വെക്കുന്നവരുണ്ട്, പക്ഷേ ഞാനത് ഫുള്ളേ ക്ലീൻ ചെയ്യും കേട്ടോ. കുറച്ചേ ഉള്ളായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റി. ഞാനങ്ങനെ അത് ഓരോന്നിൻ്റെയും അഴുക്ക് കളഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. എന്നിട്ട് വേണം അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാനായിട്ട്. അമ്മയുണ്ടെങ്കിൽ പിന്നെ അമ്മയായിരിക്കും കേട്ടോ ഈ ഉള്ളി പൊളിക്കലും എല്ലാം ചെയ്തു തരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ തന്നെ ചെയ്യുവാണ്. എനിക്കാണെങ്കിൽ ഈ സവോള ഒരു തരത്തിലും പൊളിക്കാം, പക്ഷെ അറിയാൻ പറ്റത്തില്ല. അപ്പം തുടങ്ങും കണ്ണിൽ നിന്ന് വെള്ളം വരാനായിട്ട്. അങ്ങനെ ഞാൻ പൊളിച്ചുകൊണ്ടൊക്കെ പോയിട്ട് കഴുകിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അരിയുന്നതാണ് എന്നെ സംബന്ധിച്ച് ഇച്ചിരി റിസ്ക് ഉള്ള കാര്യം. അരിയാൻ എടുക്കുമ്പോൾ തന്നെ കരയാൻ തുടങ്ങും. പക്ഷേ ഇന്ന് എന്നെ കണ്ണീര് ചതിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് എനിക്ക് വലുതായിട്ട് കണ്ണീരൊന്നും വന്നിട്ടില്ല. വീഡിയോ എടുക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അങ്ങനെ കക്കാർച്ചി ഫ്രൈ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ വേറെ ഒരു കറിക്കും കൂടെ അരിയുന്നുണ്ട്. എന്തെങ്കിലും ഒരു തോരനും വെക്കണമല്ലോ. അങ്ങനെ ഞാൻ ഒടിയൻ പയർ എടുത്തിട്ട് അതും കൂടി ഒന്ന് അരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ കയ്യിൽ കക്കാർച്ചി ഫ്രൈയും ഇപ്പുറത്തെ കയ്യിൽ തോരനുമാണ് വെച്ചേക്കുന്നത്. അങ്ങനെ എല്ലാം പടപടാന്ന് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇതെല്ലാം പോരാഞ്ഞിട്ട് ഇനി 1 മണിയാകുമ്പോൾ കുഞ്ഞിനെ വിളിക്കാനായിട്ട് പോകണം. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ പണിയൊക്കെ ഞാൻ ഓടി നടന്ന് ചെയ്യുന്നത്. ഇനി തുടക്കണം, തൂക്കണം, ഇതെല്ലാം ചെയ്യണം. അങ്ങനെ തോരന് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരണ്ടാൻ വേണ്ടി തേങ്ങ നോക്കിയപ്പോൾ ഇല്ല ഗൈസ്. പിന്നെ തേങ്ങ പൊട്ടിക്കണം. ഞാനപ്പോൾ ഇടിക്കലിൻ്റെ ഇതുകൊണ്ടിട്ടാണ് കേട്ടോ തേങ്ങ പൊട്ടിക്കുന്നത്. ഇതൊക്കെ കല്യാണത്തിന് ശേഷമാണ് പഠിച്ചത്. കല്യാണത്തിന് മുമ്പ് ഇതൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ പൊട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി റിസ്ക് ഉള്ള പരിപാടിയാണ് കേട്ടോ. എനിക്ക് തേങ്ങ പൊട്ടിക്കാൻ പേടിയാണ്. എന്നാലും ഞാൻ പൊട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് അടപ്പയിലാക്കണം. അങ്ങനെ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിൽ കക്കാർച്ചി ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇനി ഇപ്പുറത്തോട്ട് മാറിയിട്ട് വേണ്ട തോരനും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അടുക്കളയിലെ പാചക പരിപാടിയൊക്കെ ഒരു വിധത്തിൽ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുക്കി പെറുക്കണം. അങ്ങനെ അടുക്കളയിൽ അംഗമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുക്കള ഒന്ന് വൃത്തിയാക്കി ഇടണം. അതാണല്ലോ അതിൻ്റെ ഒരു ശരി. എനിക്കാണെങ്കിൽ വൃത്തികേടായിട്ട് കിടക്കുന്നതും ഇഷ്ടമല്ല. ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ, എനിക്കെന്നല്ല ഒരുവിധപ്പെട്ടവർക്ക് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ ഞാൻ വേഗം തന്നെ അതെല്ലാം വെക്കേണ്ട സ്ഥലങ്ങളിൽ എടുത്തെടുത്ത് അടുക്കി വെക്കുന്നുണ്ട്. കഴുകി അപ്പം തന്നെ ഞാൻ മാറ്റുമായിരുന്നു. ഞാനിങ്ങനെ കൂട്ടിയിട്ടിട്ട് കഴുകാൻ നിൽക്കത്തില്ല. എല്ലാം പെട്ടെന്ന് തന്നെ ഞാനെടുത്ത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വെക്കേണ്ട സ്ഥലത്തൊക്കെ എടുത്ത് അടുക്കി പെറുക്കിയൊക്കെ വെച്ചു. ഇനിയിപ്പോൾ അടുക്കളയ്ക്ക് ഒന്ന് തുടച്ചിട്ട് വേണം ഹാളും റൂമും ഒക്കെ തുടക്കാനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഓടിപ്പോയി കറിയും കൂടെ നോക്കുന്നുണ്ട്. ഇത് ഓഫാക്കാതെ ഞാൻ അനങ്ങാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാനവിടെ വൃത്തിയാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കറികളൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. അടുക്കളയിലത്തേക്കിന് ഒരു വൈപ്പർ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാകുമ്പോഴത്തേക്കും പടപടാന്ന് നമുക്ക് വെള്ളമൊക്കെ വലിച്ചെടുക്കാം. തുണി വെച്ച് തുടച്ച് ഒത്തിരി നേരം നിൽക്കേണ്ടി വരത്തില്ല കേട്ടോ. ഞാൻ എന്നിട്ടും തുണി വെച്ചൊക്കെ തുടക്കുന്നുണ്ട്. വൈപ്പർ വെച്ച് ആദ്യം വലിച്ചിട്ട് തുണി വെച്ച് തുടച്ചെല്ലാം വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടുക്കള ഏകദേശം ഒതുക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് വെക്കാനായിട്ട് നമ്മുടെ ഈ കബോർഡിൻ്റെ അടിയിൽ തന്നെ അതിനായിട്ടൊരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കറിയൊക്കെ ഓഫ് ചെയ്തിട്ട് അത് ചൂടോടെ തന്നെ എടുത്തിട്ട് ആ സ്റ്റോറേജിലോട്ട് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇതാകുമ്പോഴത്തേക്ക് നമ്മൾ കിച്ചണിൽ തന്നെ എടുത്ത് എല്ലാം കൂടി എടുത്ത് വെച്ച് വൃത്തികേടാക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് അപ്പോൾ തന്നെ എടുത്ത് ഇങ്ങനെ അടിയിലേക്ക് എടുത്ത് വെച്ച് സ്റ്റോറേജ് ചെയ്യുവാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അടുക്കള മൊത്തവും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പണിയിലേക്ക് പോകാം. അങ്ങനെ തുടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഹാളിൽ തുടച്ച് 2 മുറിയുണ്ട്. അപ്പോൾ 2 മുറിയും ഒക്കെ ക്ലീൻ ചെയ്ത് ഫുള്ളും തുടക്കുന്നുണ്ട്. ഞാനിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് തുടക്കുന്നത്. മിക്കവാറും ബുധനാഴ്ച ദിവസങ്ങളിലാണ് കേട്ടോ തുടക്കുന്നത്. നമ്മുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ അഴുക്കാവുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഈ ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ. ഏറ്റവും കൂടുതൽ അഴുക്ക് അവിടെ ആയിരിക്കും. കുഞ്ഞു ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് മിക്കവാറും ഇവിടെ നല്ല അഴുക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷൻ ഇടയ്ക്കിടയ്ക്ക് തുടക്കേണ്ട ഒരവസ്ഥയാണ്. അങ്ങനെ ദേണ്ട അലക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പടിഞ്ഞാറ് വശത്ത് നിന്നിട്ടാണ് അപ്പോൾ നമുക്ക് അലക്കലുള്ളത്. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഒരു കുന്ന് തുണിയുണ്ട്. എല്ലാം അലക്കി വിരിക്കണമായിരുന്നു. അങ്ങനെ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ എടുത്ത് അലക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല പൊരിഞ്ഞ വെയിലുമായിരുന്നു. കഴുകി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തീരുന്നത് വരെ കഴുകണം. അതുകൊണ്ട് തന്നെ പിന്നെ ഇടയ്ക്ക് വെച്ച് നിർത്താൻ പോയില്ല. നല്ല വെയിലുണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് നോക്കാതെ നിന്ന് അലക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലക്കെല്ലാം കഴിഞ്ഞിട്ട് നേരെ അകത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി മുറിയുടെ ബെഡും കൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നേരെ കുളിക്കാൻ പോകണം. മൊത്തം വിയർത്ത് നനഞ്ഞിട്ടിരിക്കുവാണ്. കുളിച്ചതിന് ശേഷം ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കണം. അതാണ് അടുത്തുള്ള പ്ലാൻ. വിശന്നിട്ടാണെങ്കിൽ ഒരു തരത്തിലും വയ്യ. അങ്ങനെ മുറിയൊക്കെ വൃത്തിയാക്കി ഇടുന്നുണ്ട്. കുഞ്ഞുള്ള കാരണം എപ്പോഴും എടുത്ത് അലമ്പാക്കിയിടും. അങ്ങനെ കുളിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വരുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള അടുത്തൊരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കണം, കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം. അതാണ് ഇനി അടുത്ത പ്ലാൻ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.